നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമകാലിക മലയാള കവികളെ രാമായണത്തിലെ കഥാപാത്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് സരസകവി മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ രചിച്ച കൃതിയാണ് കവിരാമായണം. കവിരാമായണത്തിൽ മഹാകവി കുമാരനാശാനെ മൂലൂർ പരിചയപ്പെടുത്തുന്നത് സുത്രാമജിത്ത് എന്നാണ്. കുമാരയോഗി സുമുഖൻ സുത്രാമജിത്ത് താൻ എന്നാണ് ആശാനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ശ്ലോകം കവിരാമായണത്തിൽ മൂലൂർ അവസാനിപ്പിക്കുന്നത്. ആരാണ് ഈ സുത്രാമജിത്ത്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ സുത്രാമജിത്തിനെക്കുറിച്ച് പരാമർശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കൃതിയുടെ ഏതു ഭാഗത്ത്? ഇല്ല എങ്കിൽ വാൽമീകി രാമായണത്തിൻ്റെ മറ്റു പരിഭാഷകളിലേതിലെങ്കിലും സുത്രാമജിത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? മഹാകവി വള്ളത്തോളിൻ്റെ ഭാഷാവിവർത്തനം ഉൾപ്പെടെ വാൽമീകി രാമായണത്തിന് മലയാളത്തിൽ വേറെയും പരിഭാഷകളുണ്ടല്ലോ. അതിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുമല്ലെങ്കിൽ മറ്റൊരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ കെ പ്രശോഭൻ അവർകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനത മലയാള കവിതയിൽ എന്ന പുസ്തകത്തിൽ മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ തൻ്റെ കവിരാമായണത്തിൽ ഗവയൻ എന്ന വാനരശ്രേഷ്ഠൻ്റെ പദവി നൽകി മഹാകവി കുമാരനാശാനെ പരിചയപ്പെടുത്തി എന്ന് സൂചിപ്പിക്കുന്നു. ഡോക്ടർ കെ പ്രശോഭൻ അവരുടെ ഈ പ്രസ്താവന ശരിയാകണമെങ്കിൽ സുത്രാമജിത്ത് തന്നെയാവണം ഗവയനും. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ കഴിവുള്ളവർ കമൻറ്റ് ബോക്സിലൂടെ പ്രതികരിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെ കവിരാമായണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പങ്കുവെക്കുകയാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ പോലെയുള്ള യാഥാസ്ഥിതിക ബുദ്ധിജീവികളുടെ ജാതിചിന്തയ്ക്കെതിരെ സാഹിത്യത്തിലൂടെ മൂലൂർ നടത്തിയ ആശയ സമരത്തിൻ്റെ ഭാഗമായാണ് കവിരാമായണം ജന്മമെടുക്കുന്നത്. മലയാള സാഹിത്യമണ്ഡലത്തിൽ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമാണ് കവിരാമായണ യുദ്ധം. മൂലൂരിന് അന്ന് 26 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. കവിരാമായണത്തിൻ്റെ രചനാ പശ്ചാത്തലം ഇങ്ങനെ ചുരുക്കാം. സമകാലിക മലയാള കവികളെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് കവിഭാരതം എന്ന പേരിൽ താനൊരു കൃതി രചിക്കാൻ ഉദ്ദേശിക്കുന്നതായി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. ഇത് കാണാനിടയായ മൂലൂർ, വെളുത്തേരി കേശവൻ വൈദ്യർ, ശ്രീനാരായണ ഗുരു, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ തുടങ്ങി പ്രസിദ്ധരായ കവികൾ ഈഴവ സമുദായത്തിലുണ്ടെന്നും അവർക്കുകൂടി കവിഭാരതത്തിൽ സ്ഥാനം നൽകണമെന്നും ഒരു നിവേദനം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് സമർപ്പിക്കുന്നു. എന്നാൽ കവിഭാരതത്തിൽ ഒരൊറ്റ ഈഴവ കവിക്കും സ്ഥാനം ലഭിച്ചില്ല. ജാതിപ്രേരിതമായ ഈ അവഗണനയ്ക്കെതിരെയുള്ള മൂലൂരിൻ്റെ പ്രതിഷേധത്തിൽ നിന്നാണ് കവിരാമായണത്തിൻ്റെ പിറവി. താൻ ഉൾപ്പെടെ 106 കവികളെയാണ് കവിരാമായണത്തിൽ മൂലൂർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ തുടങ്ങി 18 തമ്പുരാക്കന്മാർക്കാണ് കവിരാമായണത്തിൽ മൂലൂർ ആദ്യത്തെ 18 സ്ഥാനങ്ങൾ നൽകിയത്. 18 തമ്പുരാക്കന്മാർ കഴിഞ്ഞാൽ 19ാമനായി മൂലൂർ സ്മരിച്ചിട്ടുള്ളത് മഹാകവി കുമാരനാശാനെയാണ്. കുമാരനാശാൻ അന്ന് 21 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. പിൽക്കാലത്ത് ആശാനോടൊപ്പം പ്രസിദ്ധിയിലേക്കുയർന്ന ആധുനിക മലയാള കവിത്രയത്തിലെ മറ്റ് 2 കവികളായ ഉള്ളൂരിനും വള്ളത്തോളിനും കവിരാമായണത്തിൽ മൂലൂർ സ്ഥാനം നൽകാതിരുന്നത് അവർ അന്ന് മൂലൂരിൻ്റെ ദൃഷ്ടിയിൽ അത്ര കണ്ട് ഉയർന്നിട്ടില്ലായിരുന്നു എന്നതുകൊണ്ടാവാം. കവിഭാരതത്തിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ 4ാമത്തെ സ്ഥാനം നൽകിയ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് കവിരാമായണത്തിൽ മൂലൂർ 1ാമത്തെ സ്ഥാനം നൽകി. കവിഭാരത കർത്താവായ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മൂലൂർ കവിരാമായണത്തിൽ നൽകിയിട്ടുള്ളത് 4ാമത്തെ സ്ഥാനമാണ്. അതുപോലെ തന്നെ AR രാജരാജവർമ്മയ്ക്ക് 12ാമത്തെ സ്ഥാനം മൂലൂർ നൽകിയിരിക്കുന്നു. കവിഭാരതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഈഴവ കവികളായി
മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ കവിഭാരത കർത്താവായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ അനുസ്മരിപ്പിച്ചത് വെളുത്തേരി കേശവൻ വൈദ്യർ, ശ്രീനാരായണ ഗുരു, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ എന്നിവരെയായിരുന്നല്ലോ. എന്നിട്ടും അവർക്കും മുമ്പിലായി മഹാകവി കുമാരനാശാനെ കവിരാമായണത്തിൽ മൂലൂർ ഉൾപ്പെടുത്തി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിന് 22-ാം സ്ഥാനവും വെളുത്തേരി കേശവൻ വൈദ്യർക്ക് 34-ാം സ്ഥാനവും പരവൂർ കേശവനാശാന് 36-ാം സ്ഥാനവും പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർക്ക് 38-ാം സ്ഥാനവും കരുവാ കൃഷ്ണനാശാന് 46-ാം സ്ഥാനവും കവിരാമായണത്തിൽ നൽകിയിരിക്കുന്നു. അന്ന് പ്രസിദ്ധരായ എല്ലാ സവർണ കവികൾക്കും കവിരാമായണത്തിൽ അർഹമായ സ്ഥാനം നൽകുന്നതിൽ മൂലൂർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. തമ്പുരാന് നേരത്തെ നൽകിയ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ള വെളുത്തേരി കേശവൻ വൈദ്യർ, ശ്രീനാരായണ ഗുരു, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ എന്നിവരെ കൂടാതെ പ്രസിദ്ധരായ മറ്റു ചില അവർണ കവികളെ കൂടി മൂലൂർ കവിരാമായണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന് വാൽമീകിയായും, വെളുത്തേരി കേശവൻ വൈദ്യരെ ബാലിയായും, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരെ ഹനുമാനായും കവിരാമായണത്തിൽ മൂലൂർ വർണ്ണിക്കുന്നു. മൃഗോദരൻ എന്ന പേര് വിളിച്ച് കവിഭാരതത്തിൽ 4-ാം സ്ഥാനത്ത് നിർത്തിയിരുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ബ്രഹ്മാവായി കവിരാമായണത്തിൽ 1-ാം സ്ഥാനം അലങ്കരിക്കുമ്പോൾ കൃതിയുടെ ഒടുവിൽ കവി തന്നെ ജഡായുവായി പരിചയപ്പെടുത്തുന്നു. മലയാള സാഹിത്യരംഗത്തേക്ക് സവർണരെ പോലെ മറ്റുള്ളവരും ജന്മസിദ്ധമായ അവകാശബോധത്തോടെ കടന്നു വന്ന സ്ഥിതിയെ അംഗീകരിക്കാനും സ്വാഗതം ചെയ്യാനും വൈമുഖ്യം കാണിച്ചവർക്കുള്ള താക്കീതായിരുന്നു സരസകവി മൂലൂർ എസ് പത്മനാഭപ്പണിക്കരുടെ കവിരാമായണത്തിൻ്റെ രചന എന്ന് ഉപസംഹരിച്ചുകൊണ്ടും രാമായണത്തിൻ്റെ ഏത് ഭാഗത്താണ് സുത്രാമജിത്ത് എന്ന കഥാപാത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണമെന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നൽകിയ അഭ്യർത്ഥന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.